മുഖം മറയ്ക്കാൻ പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണാം. ഇല്ലാന്നുണ്ടെങ്കിലും മുഖം മറയ്ക്കാം. നമ്മളല്ലാതെ അവർക്ക് വേറെ ആരുമില്ലടാ. പാവങ്ങളാ രണ്ടും. പിന്നെ കർത്താവ് നനഞ്ഞ് കുടത്തിൽ വെള്ളം നിറച്ചു വരും. നീ പോയി അവരെ വിളിച്ചോണ്ട് വാ. വാടാ. അതെ, ഈ ചെക്കനല്ലേ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയത്? അതങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് വേറെയാ. വേറെ കുടം ഇടത്തെ തൊള്ളു വെച്ചിട്ട് തലഭാഗത്തേക്ക് വന്നു. അത് വേണ്ട മോനെ, മൂപ്പന്റെ മൂത്ത മോൻ നീയല്ലേ, ഒന്നെ ചെയ്താ മതി. ശശി മോനെ, നീയിപ്പോ ചടങ്ങെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളങ്ങ് വീട്ടിലേക്ക് പോട്ടെ. അവിടെ പോയാലെങ്ങനെ? സഹായിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ? പരിചയക്കാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സഹായിക്കുമെന്ന് ചോദിച്ചാ അത് ചോദിക്കുമ്പോ അറിയും. ഞാൻ എന്തായാലും ടിക്കറ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. അല്ല, ഇപ്പൊ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ 41 ഇവിടെ ഉണ്ടാവില്ലേ? നമ്മൾ വന്നാ
നിങ്ങൾക്കത് പിന്നെയും ബുദ്ധിമുട്ടാവൂലേ? അപ്പൊ നാളത്തെ എടുക്കണല്ലേ? പോണം. നിന്നെ ഇവിടെ എല്ലാരും ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ പോയി നമ്മുടെ പിള്ളേരൊക്കെ കണ്ടിരുന്നെങ്കിൽ നൈസായനെ. എല്ലാവർക്കും കിട്ടുമല്ലോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ. എനിക്കും ഇവിടെ മൊത്തം കാണണമെന്നുണ്ടായിരുന്നു. വന്ന ദിവസം തൊട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ആയിരുന്നില്ലേ? നിങ്ങൾ വന്നത് വീട്ടിൽ നല്ല ടെൻഷൻ ആയിരുന്നെങ്കിലും എനിക്ക് നല്ല ഫണ്ണായിരുന്നു കേട്ടാ. ആ, അത് നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ടാ. അതായിരിക്കും. ഇത് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കണ ഐറ്റം. ഇത് നീ വെച്ചോ. അല്ല, അത് പിടിക്കടാ. സംഭവം ഈ മ്യൂസിക് പരിപാടിയൊക്കെ ഇച്ചിരി ക്രിഞ്ചാണെങ്കിലും നീ പോയാ എനിക്ക് ശരിക്കും മിസ് ചെയ്യോട്ടെ. എല്ലാം ആയിരിക്കുക, ഒന്ന് കഴിക്കാൻ നോക്ക്. ഏച്ചി, ഞാൻ അജയനാ. പുള്ളിയൊന്നുമില്ല. നിന്നെ തന്നെയാ വിളിച്ചേ. നിന്നെ മനസ്സിലാക്കാൻ ഇനി പുള്ളിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചേച്ചി ഞാൻ കൊണ്ടുവന്നോളാം. ആ, രണ്ടും കൂടെ പോരെ അങ്ങോട്ട്. ആ, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അജയനെവിടെ? ഓനിപ്പോ താഴേക്ക് ഇറങ്ങി. നിങ്ങൾ 41 വന്ന കുഴപ്പമെന്നൊക്കെ ചോദിച്ചെന്നറിഞ്ഞോ? അത് പിന്നെ എടുത്ത സാഹചര്യവും ആൾക്കാരെന്തെങ്കിലുമൊക്കെ നിങ്ങളെ. ഒരു കുഴപ്പമില്ല. അന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതിനു മുന്നേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തിക്കണ്ടേ? ഇവിടെ എല്ലാവർക്കും പല പല ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവകാശപ്പെട്ടാൽ നമുക്കും കൊടുത്താലോ? നമുക്കോ? മൂപ്പന്റെ കണ്ണടയുന്ന വരെ കൂടെ ഉണ്ടാവണമെന്ന് ശശി വന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു വന്നാ. പിന്നെ ഇവിടെ എന്തെല്ലോ സംഭവിച്ചു. ഇപ്പൊ ഇതാ മൂപ്പരും പോയി. നാളെ ഞാനും മോനും നാട്ടിലേക്ക് പോകും. അതിനപ്പുറത്തേക്കൊരു അവകാശം എടുക്കാനോ കൊടുക്കാനോ ഒന്നിനും ഞാനല്ല. എടോ, ഇതൊരു ഔദാര്യമായിട്ട് കരുതല്ലേ? നിങ്ങൾക്ക് അവകാശപ്പെട്ട തന്നെയാ. എന്ത് അവകാശം? സർസി, നമുക്ക് ഇപ്പോ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാരും മുൻതൂക്കം കൊടുക്കുന്നത് ഈനല്ലേ? എന്നാ ഞാൻ അങ്ങനെയല്ല. സത്യമായിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞു വന്നു. ഈ കള്ളാസിനെ പേടിച്ചിട്ടല്ല. ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയാ നിങ്ങൾ പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ പോണ്ട. നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ബുക്ക് ചെയ്യണ്ടല്ലോ അല്ലേ? ഇതെന്താ അവിടെ നിക്കണേ? ഇങ്ങ് പോരെ, ഇവിടെ പണിയുണ്ട്. ഇപ്പൊ വരാം. എടാ, ഇനി ഈ പരിപാടി നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങളെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ, പോട്ടെ. പോയിട്ടോ. ഭരതൻ നായരുടെ പഴയതും പുതിയതും കൂടെ എങ്ങോട്ടാ? ഓ അമ്മായില്ലേ,